നമസ്കാരം. സവാദിനെ എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തരാം. ഇവന് KSRTC ബസ് കാണുമ്പോൾ മാത്രം പ്രത്യേകതരം ഒരു അസുഖം വരാനുണ്ട്. എന്ത്? നമ്മുടെ കുലിസിതേ. ഇവിടുത്തെ കുറച്ച് പനിയിപ്പിക്കുന്നത്. Are you okay? Is everything okay with you? It's not zip open. It's not. It's not. It's not. Are you sure it's not? Are you sure? His zip was open. It's not there. Is the zip open? Is the zip open? Zip open ആണ്. കുറേ നേരം and he was zip open. I just want to know if his zip was open. Zip open ആണ്. His shit was outside. കംപ്ലൈന്റ് ഉണ്ടോ? കംപ്ലൈന്റ് ഉണ്ട്. കണ്ടില്ലേ എന്തൊരു മാന്യം. അങ്ങ് KSRTC ബസ്സിൽ ഇരിക്കാം. ഒരു പെൺകുട്ടിയോട്, അതും ഇത്രയും പബ്ലിക്കായിട്ട് അവളെ എടുത്ത് പോയിരുന്ന് തോന്നിവാസം കാട്ടിക്കൂട്ടുന്നവരൊക്കെ എന്താ പറയുക? ആ പെൺകുട്ടിക്ക് അത്രയും ഇറിറ്റേറ്റഡ് ആയതുകൊണ്ടാണ് ആ പെൺകുട്ടി പോയി കണ്ടക്ടർ എടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തതും അപ്പം തന്നെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവനങ്ങ് ഇറങ്ങി ഓടി. എന്നിട്ട് കുറേ കാലം ജയിലിലും പോലീസ് കേസൊക്കെ ആയിട്ട് നടന്നിരുന്നു. എന്നിട്ടും എല്ലാവരെയും സപ്പോർട്ട് ഇവനായി. അന്ന് അവനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വസ്ത്രധാരണം തെറ്റായിരുന്നു എന്നാണ് ഇവിടെ ചില മാന്യന്മാർ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു വ്യക്തിക്ക് എന്ത് ഡ്രസ്സ് ഇടണം എന്ന് ഓരോരുത്തരും ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അല്ലാണ്ട് നാട്ടുകാർ പറയുന്ന കേട്ടല്ലല്ലോ ഞാൻ എൻ്റെ വസ്ത്രധാരണം ഞാൻ മാറ്റേണ്ടതും എനിക്കുള്ള ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടേണ്ടതും. അതിനുശേഷം അവൻ ജയിലിൽ കിടന്നിട്ട് പൊമാറിയിട്ട് സ്വീകരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു, മെൻസ് അസോസിയേഷനൊക്കെ. നമുക്കെന്തായാലും ഇപ്രാവശ്യത്തെ സംഭവം ഒന്ന് കാണാം. തൃശൂരിൽ KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. വടകര സ്വദേശി സവാദാണ് അറസ്റ്റിലായത്. 2023 നെടുമ്പാശ്ശേരിയിൽ വെച്ച് ബസ്സിൽ തൃശൂർ സ്വദേശിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് അറസ്റ്റിലായ വ്യക്തിയാണ് സവാദ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ സവാദിന് ഒരു വിഭാഗം സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു. കണ്ടില്ലേ, ഇവന്റെ സ്ഥിരം കലാപരിപാടിയാണ് ഇപ്പൊ ഇതൊക്കെ. അന്ന് കുറേ സപ്പോർട്ട് ചെയ്യാൻ മെൻസ് അസോസിയേഷനിലെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. എവിടെ പോയാവോ ഇന്ന്? അല്ല, മാളത്തിലും കയറി ഒളിച്ചു കാണും. അവന്മാരെയൊന്നും കാണുന്നില്ല. ഞാനും ഇതുപോലെ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതുപോലെ ഞരമ്പുകളെ ഞാനും കണ്ടിട്ടുണ്ട്. ഒരു പെണ്ണിനങ്ങ് കാണുമ്പോഴത്തേക്കും തൊടുന്നു, പിടിക്കുന്നു. ഇവൻ്റെയൊക്കെ ഓരോ സോക്കേട് അവന്മാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കൊടുക്കാനാണ് നമുക്ക് തോന്നുക. എന്തായാലും മസ്താനിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് കേൾക്കാം. എന്റെ കേസിനെ കുറിച്ചൊന്നും കുറെ എന്റെ അമ്മ CM-ന് മെയിൽ അയച്ചു. കുറെ അതിന്റെ പിന്നാലെ ഞങ്ങൾ ചോദിച്ചു നടന്നു. ഞാൻ ഒരു ദിവസം പോലീസുകാരെ വിളിച്ചപ്പോ പറഞ്ഞു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്, സവാദ് കുറ്റക്കാരനാന്ന് പറഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം 164-നെ വിളിച്ചു, അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കുറെ ചോദിച്ചു നടന്നു. ബട്ട് ഒരു രീതിയിലും എനിക്കതിനെ മുന്നിലോട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല. സോ ഇനി ആവും ഓൾറെഡി അന്ന് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് പറഞ്ഞതാണ് ഒരു 4-5 കൊല്ലം ഇതിന്റെ പിന്നിൽ നടന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു എൻ്റെ അടുത്ത്. കേസ് വേണോ, കേസായിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അതേപോലെ ആയിരിക്കും. വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ. ഇപ്പോഴും ഒരു അപ്ഡേറ്റും ഇല്ല. 4-5 കൊല്ലം പുറകെ നടക്കണോ, ഇതും കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെയാ പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഈ ലീഗൽ സിസ്റ്റമാണ് ആദ്യം മാറേണ്ടത്. മാറാത്തിടത്തോളം കാലം ഇനിയും ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഞാനിപ്പോൾ പുറത്താണല്ലോ, ഈ പുറത്തെ കൺട്രീസിലുള്ള സിസ്റ്റമൊക്കെയാണ് വരുന്നത്. എന്നാലേ ഇവന്മാരൊക്കെ പഠിക്കുകയുള്ളൂ.